കമ്പ്യൂട്ടറിൽ വർക്കൊക്കെ ചെയ്ത് ആകെ ടയർഡായിട്ടിരിക്കുമ്പോഴാണ് എന്നാൽ ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാബിനിൽ പോയി. ചായ കുടിക്കുന്ന അപ്പോഴാണ് കെറ്റിൽ കേടായിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഗ്ലാസ് എടുത്ത് അതിൽ ടീ ബാഗും വെച്ച് 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഗ്ലാസും പിടിച്ച് നേരെ നടന്നു. നമ്മളിവിടെ മസ്കറ്റിൽ അടുത്ത് തന്നെ ഉള്ളത് ഒരു ചൂടുവെള്ളം, ഫുൾ ടൈം ചൂടുവെള്ളം വരുന്ന സമയമുണ്ട്. ഏത് തണുപ്പത്തും ചൂടത്തൊക്കെ ചൂടുവെള്ളം വരുന്ന സ്ഥലം. അതും വെച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് വിനീത് ശ്രീനിവാസന്റെ സിനിമയിലെ അരവിന്ദന്റെ രീതിയിൽ പറഞ്ഞ പോലെ 24 hours റണ്ണിങ് ഹോട്ട് വാട്ടർ 24 hours. കെട്ടിലവർക്കാണ്. ഇപ്പം നമ്മളെ അടുത്തുള്ള ചൂടുവെള്ളം വരുന്ന സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പം മലയാളം തൊട്ടി നമുക്ക് വെള്ളം ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ട്രയലാണ്, അത്ര വിജയിക്കുന്ന അറിയില്ല. ഓൾമോസ്റ്റ് നമ്മളെ സ്ഥലത്തെത്തില്ല. കുറച്ച് മലയുടെ ഉള്ളിലായിട്ടുള്ള സ്ഥലമാണ്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചായ ഗ്ലാസ് എടുത്തിട്ട് വണ്ടിയുടെ പുറത്ത് പോയി നോക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. ചുറ്റും മലയാണ്. അവിടെ ആ കാണുന്ന ടാങ്കറുകൾ ഇറങ്ങിയിരുന്ന സ്ഥലം കണ്ടില്ല, അവിടെയാണ് വെള്ളം, മസ്കറ്റിക്ക് വെള്ളം എത്തിക്കുന്ന സ്ഥലം, കുടിവെള്ളം. കുറച്ച് ദൈനാഗിരമായ അവസ്ഥയാണ് ഇവിടെ. ഇത് കടന്നിട്ട് അവിടെ എത്തണം നമ്മൾ ചായ ഗ്ലാസ് പിടിച്ചിട്ട്. ഇത് കാണുന്ന കിണറാണ്, ഈ കിണറ്റിൽ ചൂടുവെള്ളം വരുന്നത്. എന്താ അതിന്റെ കെമിസ്ട്രി എന്നൊന്നും നമുക്കറിയില്ല. നല്ലോണം പഠിക്കണം, എന്നാലല്ലേ വലിയ നിലയിലെത്ത്. ഓൾമോസ്റ്റ് എത്തിട്ടാ. പിന്നെ ആൾക്കാർക്ക് ഇത് കുടിക്കാൻ പറ്റിയ വെള്ളമാണോ എന്നൊക്കെ ചോദിക്കും. അത് മറ്റേ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലത്തെ കംപ്ലീറ്റ് മിനറൽസ് ആണ്. നല്ല ചൂടാട്ടോടെ, ഭയങ്കര എന്താ പറയാ, തൊട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. ചിലപ്പോൾ കൈ കൊള്ളും. അത് ഞാൻ ഡയറക്ടറിൽ എടുക്കണില്ല. യെസ്, ചൂടുവെള്ളം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കലക്കിയിട്ടാണ്. യെസ്, ചായ കലക്കി കിട്ടിയിട്ടുണ്ട്. കുടിച്ചു നോക്കാം. ശരിക്ക് നമ്മുടെ വീട്ടിൽ ചൂടാക്കി കുടിക്കുന്ന അതേ ഒരു ചിലവില്ല. ജസ്റ്റ് വരുന്ന ചൂടുവെള്ളം. ഇത് വീണ്ടും തൊട്ടടുത്തുള്ള സംഭവം. ഇതാ കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ചൂടുവെള്ളം വന്ന് നേരെ ഇങ്ങനെ മലയുടെ സൈഡിലേക്ക് പോവാണ്. അപ്പോൾ സക്സസ്.